ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ കൂടെ പെട്ടെന്ന് കണ്ടുവരാം നമുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെടുക്കുന്നതിൽ നിലപാടില്ലാതെ ആടി ഉലഞ്ഞ് കോൺഗ്രസ്. കടുത്ത നടപടിയെടുത്തില്ല എങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ അറിയിച്ചു. എന്നാൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫിന് ഉത്തരമുണ്ടായില്ല. രാഹുൽ ഗാന്ധിക്ക് പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിൽ നിന്നും KPCC പ്രസിഡന്റ് ഒഴിഞ്ഞു മാറി. ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല, ആലോചിച്ച് തീരുമാനിക്കേണ്ട. അതെനിക്കറിയില്ല. രാഹുൽ ഗാന്ധിക്ക് അയച്ച പരാതിയുടെ ഒരു കോപ്പിയാണ് എനിക്ക് തന്നെ. അതെ രണ്ടും അയച്ചോ മതി. ഞാൻ അത്രയും കൃത്യമായിട്ട് വേണമെങ്കിൽ നോക്കി പറയാം. മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് VD സതീശൻ അടക്കം ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. പാർട്ടിക്ക് പോറലേൽക്കാതെ കൂടുതൽ നടപടി ആലോചിച്ചെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും, ഉറപ്പായി. ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനമെടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും, ഉറപ്പായിട്ടും. കടുത്ത ഭാഷയിലാണ് മുരളീധരൻ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത്. പുകഞ്ഞ കൊള്ളി പുറത്താണെന്ന് മുരളീധരൻ പറഞ്ഞു. കൊള്ളിയെ പിന്തുണക്കുന്നവർക്കും പുറത്തു പോകാം. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നും മുരളീധരൻ ഇന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ MLA സ്ഥാനത്ത് പോലും തുടരുന്നത് ശരിയാണോ? അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിവരങ്ങളുമായി PR പ്രവീണ ചേരുന്നു. പ്രവീണ, ഇത്രമാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഖണ്ഡിതമായിട്ട് ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്ന നെഗറ്റീവ് അർത്ഥത്തിലാണോ നമ്മളിതിനെ കാണേണ്ടത്? അങ്ങനെയല്ല സനീഷ്, കാരണം നേതാക്കളെല്ലാം പല ജില്ലകളിൽ ഇലക്ഷൻ പര്യടനവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. അതുകൊണ്ട് തന്നെ ഫോൺ വഴിയുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ KPCC ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യം AICCയെ അറിയിച്ചിട്ടുമുണ്ട്. ദീപാദാസ് മുൻഷി വഴിയാണ് അറിയിച്ചത്. ദീപാദാസ് മുൻഷി മറ്റൊരു കാര്യം കൂടി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ പരാതി ഗൗരവമുള്ളതാണ്. ഈ പരാതി ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വത്തിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ പരാതി കേരളത്തിൽ അത് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇനി കോടതിയിൽ, അതായത് ഇന്ന് കോടതിയിൽ നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ് കോടതി പറയുന്നത് എന്നതുകൂടി കേട്ടതിന് ശേഷമാകും തുടർ നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുക. അത് ഒരു സ്വാഭാവിക പ്രക്രിയ എന്നുള്ള തരത്തിൽ കൂടിയാണ് പാർട്ടി ആലോചിക്കുന്നത്. പാർട്ടിയുടേതായ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കി ഒരാളെ പുറത്താക്കുക എന്നുള്ള തരത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും രാഹുലിൻ്റെ കാര്യത്തിൽ KPCC രാഹുലിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ഇനി കോടതിയുടെ കാര്യം കൂടി വന്നാൽ മതിയാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി KPCC ആലോചിച്ചെടുത്ത തീരുമാനം നടപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിനകത്ത് MLA സ്ഥാനം സംബന്ധിച്ച് എന്തായിരിക്കും തീരുമാനം ഉണ്ടാവുക? MLA സ്ഥാനത്തിൽ അയാൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന ആണ് മുരളീധരൻ അല്പം മുമ്പ് പറഞ്ഞത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ആലോചന പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാകുമോ? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുണ്ടാകില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും കൂടിയാണ്. എന്തായാലും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നിലവിൽ സസ്പെൻഷൻ നടപടി നേരിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ പദവിയിൽ തുടരണമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവിയിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കാവുന്ന വിഷയമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം ഇനി ഒരുപക്ഷെ നേതൃത്വം പറഞ്ഞാൽ കൂടിയും അത് അനുസരിക്കാൻ രാഹുൽ തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകാവുന്ന വിവാദങ്ങൾ മറ്റൊരു തലത്തിലാണ്. അതുകൂടി കണക്കിലെടുത്താണ് അയാൾ തീരുമാനിക്കട്ടെ എന്നുള്ള തരത്തിലേക്ക് നേതൃത്വം കാര്യങ്ങൾ എത്തിക്കുന്നത്. കൃത്യമാണത്. വളരെ നന്ദി PR പ്രവീണ, വിവരങ്ങൾ നൽകിയതിന്. വളരെ വ്യക്തതയുള്ള കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ ആ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. കോൺഗ്രസ് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. പക്ഷേ നിശ്ചയമായിട്ടും കൃത്യമായിട്ടുള്ള ആലോചനകൾക്ക് ശേഷം മതി ഇത്തരം പ്രഖ്യാപനങ്ങളും മറ്റുമൊക്കെ എന്ന കാര്യമാണ് നടക്കുന്നത്.